ഹായ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ആണ്. സാധാരണ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ പോലെയല്ല ഇതിന് ചെറിയ രീതിയിലൊക്കെ ഒരു ഇനോർഗാനിക് ടേസ്റ്റ് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒരു പ്രോപ്പർ റിവിഷൻ ചെയ്യാം. ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് എ ബേസിക് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡുകൾ നമ്മൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് NH2 അല്ലെങ്കിൽ COH ഗ്രൂപ്പിനനുസരിച്ച് അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിഡിക് ആണെങ്കിൽ അവിടെ COH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലായിരിക്കും NH2 ഗ്രൂപ്പിനേക്കാൾ. ഇനി NH2 ഗ്രൂപ്പിന്റെ എണ്ണമാണ്, അതായത് ബേസിക് ഗ്രൂപ്പിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അത് ബേസിക് അമിനോ ആസിഡും. അസിഡിക് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു ബേസിക് ഗ്രൂപ്പ് നമ്പർ ആണെങ്കിൽ അത് ന്യൂട്രലുമായിട്ട് നമ്മൾ പറയും. ഇതിൽ അസിഡിക് നമുക്ക് രണ്ടെണ്ണമാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഒന്ന് അസ്പാർട്ടിക് ആസിഡും ഒന്ന് ഗ്ലൂട്ടാമിക് ആസിഡും. ആസിഡ് എന്ന് പേര് എൻഡ് ചെയ്യുന്ന രണ്ടും അസിഡിക് അമിനോ ആസിഡുകളാണ്. 3 ബേസിക് അമിനോ ആസിഡുകൾ ഉണ്ട്, അത് ഓർത്തു വയ്ക്കുക. അർജിനിൻ, ലൈസിൻ, ഹിസ്റ്റിഡിൻ. അപ്പോൾ ഇതിൽ ബേസിക് അമിനോ ആസിഡ് ആയിട്ടുള്ള ലൈസിൻ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുക. ഗ്ലൈസിൻ, അലാനിൻ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക, ന്യൂട്രൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സ്ട്രക്ചറൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവാം. റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ് C12H22O11 ഈസ് എക്സാമ്പിൾ ഓഫ്. അപ്പോൾ C12H22O11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുക്രോസ് ആണ്. സുക്രോസ് എന്ന് പറയുന്ന ആളിൽ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ചിലപ്പോഴൊക്കെ ചില റിയാക്ഷനുകളിലൊക്കെ സൾഫണേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രൈമറി ഡ്യൂട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീഹൈഡ്രേഷൻ ആണ്. വാട്ടർ ഉള്ള റിയാക്റ്റന്റുകളിൽ അവർ ഡീഹൈഡ്രേഷൻ നടത്തും. C12H22O11 നമുക്ക് C12H2O11 ടൈം എന്ന് എഴുതാം. ഇവിടെ ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഡീഹൈഡ്രേഷൻ നടന്ന് 12 കാർബണും 11 മോൾ എന്തും വരും, വാട്ടറും എലിമിനേറ്റ് ആകും. സോ ഇവിടെ ആൻസർ വരെ ഡീഹൈഡ്രേഷൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ കുറിച്ച് ഏതാണ് ശരിയല്ലാത്തത്? ഇറ്റ് ഈസ് ആൻ ആൽഡോഹെക്സോസ്. അപ്പോൾ നമുക്ക് അവരുടെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. ഗ്ലൂക്കോസിന്റെ 6 കാർബൺ ആണ് ഗ്ലൂക്കോസിലുള്ളത്, 4, 5, 6. ആദ്യത്തെ കാർബൺ CHO, അവസാനത്തേത് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് CH2OH. അതിൻ്റെ തൊട്ട് മേലുള്ള രണ്ടിലും അതിൻ്റെ മേലെ തന്നെ OH കൊടുക്കുക. ഇനി OH ഒന്ന് ലെഫ്റ്റിൽ കൊടുക്കുക, വീണ്ടും റൈറ്റിൽ കൊടുക്കുക. ഫ്രീ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഹൈഡ്രജൻ വാലൻസി കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആയതുകൊണ്ട് അത് ആൽഡോസ് ആണ്, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആയതുകൊണ്ട് ആൽഡോസ് ആണ്. ഇവിടെ 6 കാർബൺ ആണുള്ളത്, 4, 5, 6. അതുകൊണ്ട് ആൽഡോഹെക്സോസ് എന്ന് വിളിക്കാം. ഇതുപോലെ ഫ്രക്ടോസിന്റെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആയതുകൊണ്ട് നമ്മൾ അവരെ കീറ്റോസ് എന്നും, 6 കാർബൺ ഉള്ളതുകൊണ്ട് കീറ്റോഹെക്സോസ് എന്നും വിളിക്കാറുണ്ട്. സോ ഇത് ട്രൂ ആണ്. ഇറ്റ് കണ്ടെയ്ൻ 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നിങ്ങൾ എണ്ണി നോക്കുക, 1, 2, 3, 4, 5. 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ആ പോയിന്റും ട്രൂ ആണ്. ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഷുഗർ. എല്ലാ മോണോസാക്കറൈഡുകളും റെഡ്യൂസിങ് ഷുഗർ ആണ്. റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ വിച്ച് ക്യാൻ റെഡ്യൂസ് ടോളൻ ഓർ ഫെയിലിംഗ് റിയേജന്റ്. എല്ലാ മോണോസാക്കറൈഡുകളും റെഡ്യൂസിങ് ഷുഗർ ആണ്. ഈ പറയുന്ന ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്, അത് റെഡ്യൂസിങ് ഷുഗർ ആണ്. ഒരേ ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറെ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സുക്രോസ് ആണ്, ഓർത്തു വയ്ക്കുക. ഇറ്റ് ഈസ് ആൽഡോ പെൻഡോസ്, അത് തെറ്റാണ്, ആൽഡോ ഹെക്സോസ് ആണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ചോദ്യം, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അമംഗ് ദ ഫോളോയിങ്. ഏതാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്? നിങ്ങൾക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണെന്ന് ഞാൻ അറിയുമെന്ന് വിചാരിക്കുകയാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് മീൻസ് അമിനോ ആസിഡ്സ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ യുവർ ബോഡി. ഇറ്റ് ഹാവ് ടു ബി ടേക്കൺ ത്രൂ ഡയറ്റ് ഓർ ഫുഡ്. എന്നാൽ ബോഡി സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡുകളെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കും. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോഡി സിന്തസൈസ് ചെയ്യില്ല, നമ്മൾ ഡയറ്റിലൂടെ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യണം. എന്നാൽ നോൺ എസെൻഷ്യൽ ആണെങ്കിൽ അത് ആര് പ്രൊവൈഡ് ചെയ്യും? ബോഡി തന്നെ സ്വമേധയാ സിന്തസൈസ് ചെയ്യും. സോ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അമംഗ് ദ ഫോളോയിങ് ഈസ്, അത് നിങ്ങൾ കോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കണം.
അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അലാനിനാണ് വരിക. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അലാനിനാണ്. ഞാൻ ഓർത്ത് വെക്കാറുള്ളത് MP ടേക്സ് 3 വിറ്റമിൻസ്. ഇതാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ള ഒരു കോഡ്. ഇത് എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ കോഡാണ്. I for ഐസോലൂസിൻ, L for ലൈസിൻ, L for ലൂസിൻ. ഐസോലൂസിൻ, ലൈസിൻ, ലൂസിൻ, മെത്തിയോണിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, ആർജിനിൻ, ത്രിയോണിൻ, ഹിസ്റ്റിഡിൻ, വലൈൻ. അപ്പം മൊത്തം 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 2ഉം 9ഉം 10 എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇതിൽ നിങ്ങൾ പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഡിൽ വരാത്ത ഏതെങ്കിലുമാണ് ഓപ്ഷനിൽ വന്നതെങ്കിൽ അതപ്പോൾ എന്തായിരിക്കും? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അലാനിൻ ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, വിച്ച് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റിമെയിൻ ഇൻടാക്ട് ഡ്യൂറിങ് ഡീനേച്ചറേഷൻ പ്രോസസ്? നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഡീനേച്ചറേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോട്ടീൻ സ്ട്രക്ചർ എന്തായി പോവാണ്? ഡിസ്ട്രക്റ്റ് ആയി പോവാണ്. അപ്പോൾ ഇതിൽ ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ pH. ഇത്തരം സന്ദർഭത്തിലൊക്കെ പ്രോട്ടീൻ സ്ട്രക്ചറിന് എന്ത് സംഭവിക്കാം? ഡീനേച്ചറേഷൻ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നശിക്കുന്ന സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ആകുന്ന സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വട്ടർണറി, ടെർഷ്യറി, സെക്കൻഡറി സ്ട്രക്ചറുകളാണ് എന്താവുക? ബ്രേക്ക് ആവുക. എന്നാൽ പ്രൈമറി സ്ട്രക്ചറിന് എന്ത് സംഭവിക്കില്ല? ബ്രേക്കേജ് സംഭവിക്കില്ല. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് ആണ്. ആ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമിനോ ആസിഡിന് അല്ലെങ്കിൽ ആ പ്രോട്ടീനിന് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. സോ ഡീനേച്ചറേഷൻ പ്രോസസ്സിൽ വിച്ച് സ്ട്രക്ചർ റിമെയിൻസ് ഇൻടാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഏത് സ്ട്രക്ചറാണ്? പ്രൈമറി സ്ട്രക്ചർ ഓൺലി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, ട്രിപ്റ്റോഫാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. ട്രിപ്റ്റോഫാൻ ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല. ട്രിപ്റ്റോഫാൻ എന്താണ്? ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അത് ഫാൾസ് ആണ് അസേർഷൻ. അമിനോ ആസിഡ്സ് ദാറ്റ് ആർ നോട്ട് സിന്തസൈസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ആർ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അങ്ങനെയാണോ? നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്ത അമിനോ ആസിഡുകളെയാണോ നമ്മൾ നോൺ എസെൻഷ്യൽ എന്ന് വിളിക്കുക? അല്ല. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡുകളാണ് നോൺ എസെൻഷ്യൽ. ബോഡി സിന്തസൈസ് ചെയ്യാത്ത അമിനോ ആസിഡ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ബോത്ത് A and R ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം. എയിംസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എയിംസ് 2019. അതിനുശേഷം എയിംസ് സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തിയിട്ടില്ല. അപ്പോൾ എയിംസിന്റെ ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു അത്. വിച്ച് അമിനോ ആസിഡ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്? ഓർക്കണം, ഓൾ അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എക്സെപ്റ്റ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ ഒഴികെയുള്ള എല്ലാ അമിനോ ആസിഡുകളും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓപ്ഷൻ എന്താ വരിക? എ ആണ് കറക്റ്റ് വരിക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഗ്ലൈസിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു COH ഉണ്ടാവും ഈ കാർബണിൽ, ആൽഫ കാർബണിൽ ഒരു NH2 ഉണ്ടാവും, ഒരു H ഉണ്ടാവും. വേരിയബിൾ ഗ്രൂപ്പും എന്ത് തന്നെ? H തന്നെയാണ് വരിക. സോ ഈ കാർബണിൽ നമുക്കറിയാം 2 സെയിം ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഇതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ടേൺ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ആര്? ഗ്ലൈസിൻ. അടുത്ത ചോദ്യം, ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആർ. അപ്പൊ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസും ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും തമ്മിലുള്ള ബന്ധം എന്താണ്? യെസ്, അവര് തമ്മിൽ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 കാർബണിലുള്ള OHന്റെ കോൺഫിഗറേഷനിലാണ്, അല്ലെ? C1 കാർബണിലുള്ള OH റൈറ്റ് സൈഡിലെങ്കിൽ അത് ആൽഫ, C1 കാർബണിലുള്ള OH ലെഫ്റ്റ് സൈഡിലെങ്കിൽ അതെന്താ വന്നത്? ബീറ്റ. ആകെ ആ ഒരു കാർബണിലെ കൺഫർമറിന് കോൺഫിഗറേഷന് മാത്രമേ എന്തുള്ളൂ? ചേഞ്ച് ഉള്ളൂ. അവരെ നമുക്ക് എന്ത് എന്ന് വിളിക്കാൻ പറ്റും? ആനോമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആനോമേഴ്സ്. എ ആണ് വരിക. ഓക്കെ, ആനോമറുകളാണ്. സോ ആനോമറിക് കാർബണിലെ OHന്റെ കോൺഫിഗറേഷൻ ആണ് എന്ത് വന്നിട്ടുള്ളത്? വ്യത്യാസം വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ആനോമേഴ്സ് എന്ന് പറയാം. സോ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ ആനോമേഴ്സ്. അടുത്ത ചോദ്യം,
ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3 ടു ഫോം. ഗ്ലൂക്കോസ് HNO3യുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? CHOH 4 ടൈംസ് CH2OH. ഇതാണ് ഗ്ലൂക്കോസ്. ഇയാൾ HNO3 കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക സക്കാറിക് ആസിഡ് ആണ്. ഓക്കെ, എന്താണ് അവരുടെ സ്ട്രക്ചർ? മേലെ COH, താഴെയും എന്ത് വരും? COH വരും. സക്കാറിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് വിത്ഡ്രോ അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്, ഗ്ലൂക്കോസിൽ ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്തായിട്ടുള്ളത്, അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ്. അതും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഈവൻ ഈ പറയുന്ന ഗ്ലൂക്കോസ് മാത്രമല്ല, ഈവൻ ഗ്ലൂക്കോണിക് ആസിഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് HNO3. ആരാണ് ഗ്ലൂക്കോണിക് ആസിഡ്? ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ COH, CHOH 4 ടൈം, ഇവിടെ എന്ത് വരും? CH2OH എന്ന് വരും. ഇതാണ് ആര്? ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോണിക് ആസിഡും HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ഈ പറയുന്ന സാക്കാറിക് ആസിഡ് ആണ് കിട്ടുക. സോ ദിസ് ഈസ് ഗ്ലൂക്കോസ്, ദിസ് ഈസ് സാക്കറിക് ആസിഡ്, ഇതെന്താണ്? ഗ്ലൂക്കോണിക് ആസിഡ്. ഓക്കെ, അടുത്ത ചോദ്യം. കാർബോഹൈഡ്രേറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്തിന്റെ പോളിമർ ആണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ മോണോസാക്കറൈഡ് അല്ലെങ്കിൽ പോളിമേഴ്സ് ഓഫ് മോണോസാക്കറൈഡ്, അല്ലെങ്കിൽ എന്ത് എന്ന് പറയാൻ പറ്റും? സിമ്പിൾ ഷുഗർ എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി അമിനോ ആസിഡ് നിങ്ങൾക്ക് എന്താണെന്നറിയാം? ന്യൂക്ലിയോടൈഡുകൾ എന്താണെന്നറിയാം? ന്യൂക്ലിയോസൈഡിനോട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുക. സ്റ്റൈരീൻ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. സ്റ്റൈരീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിനൈൽ ബെൻസീൻ ആണ്. ഇതാണ് സ്റ്റൈരീൻ അഥവാ വിനൈൽ ബെൻസീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? സ്റ്റാർച്ച് ഈസ് പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് ആൽഫ ഗ്ലൂക്കോസിന്റെ തന്നെ പോളിമർ ആണ്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റാർച്ച് ഉണ്ടാവുക. അത് തന്നെയാണ് ശരി. അമൈലോസ് ഈസ് എ കോമ്പോണന്റ് ഓഫ് സെല്ലുലോസ്. സ്റ്റാർച്ച് എന്ന് പറയുന്ന ആളുടെ തന്നെ കമ്പോണന്റ് ആണ് ഏത്? അമൈലോസും അതുപോലെ തന്നെ എന്തും? അമൈലോ പെക്റ്റിനും. ഇതിൽ അമൈലോസ് ലീനിയർ ആണ്, അമൈലോ പെക്റ്റിൻ ബ്രാഞ്ചഡ് ആണ്. അമൈലോ പെക്റ്റിൻ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അമൈലോസ് ഈസ് കോമ്പോണന്റ് ഓഫ് സെല്ലുലോസ് അല്ല, സ്റ്റാർച്ച് ആണ്. തെറ്റി. പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. തെറ്റ്. നമുക്ക് 20 അമിനോ ആസിഡുകൾ ഉണ്ട്. അപ്പോൾ ഒറ്റ അമിനോ ആസിഡ് വെച്ചിട്ടല്ല നമ്മൾ പ്രോട്ടീനിനെ ഉണ്ടാക്കുക, ഒരുപാട് അമിനോ ആസിഡുകൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് റോങ്. ഇൻ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്യൂറാനോസ് there are 5 carbon and 1 oxygen atom. തെറ്റ്. ഫ്യൂറാനോസ് സ്ട്രക്ചർ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്യൂറാൻ നോക്കിയിട്ടാണ്. ഫ്യൂറാൻ റിങ്ങിൽ ഓരോ ഓക്സിജനും 4 കാർബണുമാണ് ഉള്ളത്. ഓക്കെ, ഓരോ ഓക്സിജനും എത്ര കാർബണുമാണുള്ളത്? 4 കാർബണുമാണ് വന്നിട്ടുള്ളത്. സോ 5 കാർബൺ എന്ന് പറയുന്നതിൽ എന്തുണ്ട്? തെറ്റുണ്ട്. സോ ദാറ്റ് ഈസ് റോങ്. സോ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുക ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യാൻ പറ്റുക. അടുത്തത്, വിച്ച് കമ്പോണന്റ് ഇൻ സ്റ്റാർച്ച് ഈസ് വാട്ടർ ഇൻസൊല്യൂബിൾ? ഞാനിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, സ്റ്റാർച്ചിന് 2 കമ്പോണന്റ് ആണ്, അതിന്റെ 2ന്റെയും മോണോമർ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ആരൊക്കെയായിരുന്നു അത്? ഒന്ന് അമൈലോസും ഒന്ന് അമൈലോ പെക്റ്റിനും. ഇതിൽ അമൈലോ പെക്റ്റിൻ എന്താണ്? വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. അവരും ചോദിച്ചത് അത് തന്നെയാണ്. ഏത് കമ്പോണന്റ് ഓഫ് സ്റ്റാർച്ച് ആണ് വാട്ടർ ഇൻസൊല്യൂബിൾ? അതേതാണ്? അമൈലോ പെക്റ്റിൻ ആണ്. ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. മനസ്സിലായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നില്ലേ? നമ്മൾ ബയോമോളിക്യൂൾസിൽ പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ അലൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരമാവുന്നു എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബോഹൈഡ്രേറ്റ് ഈസ് നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്? അപ്പൊ അനിമൽ സ്റ്റാർച്ച് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ചോദ്യമാണ്. അത് ഏതാണ്? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ആണ് എന്ത് വരുന്നത്? അനിമൽ സ്റ്റാർച്ച് വരുന്നത്.
ഗ്ലൂക്കോസ് വെൻ റിയാക്റ്റഡ് വിത്ത് അസറ്റിക് അൻഹൈഡ്രേറ്റ് ഫോംസ്. അപ്പോൾ നിങ്ങൾക്കത് അറിയാം അല്ലേ? ഗ്ലൂക്കോസിനെ ഞാൻ ഒന്ന് വരയ്ക്കുകയാണ്. CHO, ഇവിടെ CH, ഇവിടെ CH2OH, ഇവിടെ OH, OH, ഒരു OH ഇങ്ങോട്ടേക്ക്, വീണ്ടും OH ഇങ്ങോട്ടേക്ക്, H, 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 H. ഇവരെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക? അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. AC2 എന്ന് ഞാൻ എഴുതുന്നു. അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ OH ഉള്ള ഭാഗമൊക്കെ എന്തായിട്ട് മാറുമെന്ന് ഓർക്കുക? OAC ആയിട്ട് മാറും. അപ്പോൾ എത്ര OH ഉണ്ടോ അത്രയും എന്തുണ്ടാകും? OAC ഉണ്ടാവും. പറഞ്ഞോ, ഇവിടെയും എന്ത് വരും? OAC. ഓക്കെ. ഇവിടെയും OAC വരും. ദെൻ ഇവിടെ OAC വരും. ഇവിടെ H, ഇവിടെയും OAC വരും, ഇവിടെയും OAC വരും. അപ്പോൾ എവിടേക്കാണ് OAC വന്നത്? 1, 2, 3, 4, 5. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? പെൻറ്റാസെറ്റേറ്റ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് കോൾഡ് പെൻറ്റാസെറ്റേറ്റ്. ഓക്കെ, പെൻറ്റാസെറ്റേറ്റ്, ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റ് ആണ് ഉണ്ടാവുക. സോ 5 OH മാറിയിട്ട് അവിടെ എന്ത് വരും? OH-ൽ H മാറിയിട്ട് എന്ത് ഗ്രൂപ്പ് വരും? അസറ്റൈൽ ഗ്രൂപ്പ് വരും. OCOCH3 എന്നാണ് വരിക. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഈസ് പ്രസന്റ് ഇൻ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്രസന്റ് ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റുകളിലാണ്, അല്ലെങ്കിൽ എവിടെയാണെന്ന് നമുക്ക് പറയാം? ഷുഗറിലാണ് എന്ന് പറയാം. പ്രോട്ടീൻസിലുള്ള ലിങ്കേജ് ഏതാണെന്ന് ഓർത്തു വയ്ക്കുക. പ്രോട്ടീനുകൾ ലിങ്ക് ചെയ്യപ്പെടുന്നത് ഏത് ലിങ്കേജ് ആണ്? അമൈഡ് ലിങ്കേജ് ആണ്. അതിനെ നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്നൊക്കെ വിളിക്കും. അതൊരു അമൈഡ് ലിങ്കേജ് ആണ്. എങ്ങനെയായിരുന്നു ആ ലിങ്കേജ് വന്നിട്ടുള്ളത്? CONH ലിങ്കേജ് ആണ് വന്നിട്ടുള്ളത്. ന്യൂക്ലിക് ആസിഡുകൾ പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ DNA അല്ലെങ്കിൽ RNA ഒക്കെ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇപ്പൊ പറയുന്ന ഷുഗറുകൾ, ഈ പറയുന്ന എന്താണ് നമുക്ക് പറയാൻ പറ്റും, ഇതുപോലെയുള്ള DNA-യിലും RNA-യിലും ഒക്കെയുള്ള അഡിനിനും തൈമിനും ഒക്കെ എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? അതൊക്കെ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ലിങ്കേജ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ കാർബൺ ആറ്റം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ്. നോക്കൂ, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ഡിഫർ ഫ്രം ഈച്ച് അതർ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ കാർബൺ ആറ്റം വിത്ത് റെസ്പെക്ട് ടു. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെയും ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെയും പ്രധാന ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ആ ഡിഫറൻസ് വന്നിരിക്കുന്നത് C1 കാർബൺ ആറ്റത്തിന്റെ കോൺഫിഗറേഷനിലാണ്. ഓക്കെ, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ഡയാസ്റ്റീരിയോമേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എനാൻഷ്യോമേഴ്സോ ഒന്നുമല്ല. അവരെന്താണ്? അനോമേഴ്സ് ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്തിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? കോൺഫിഗറേഷനിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ദേ ഡിഫർ ഇൻ കോൺഫിഗറേഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്തത്, ദ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ. പ്രോട്ടീനിന്റെ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആൽഫ ഹെലിക്സ് ആണ്. ഓക്കെ, ആൽഫ ഹെലിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൽഫ ഹെലിക്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു ടേണിലുള്ള COയും മറ്റൊരു ടേണിലുള്ള OHും അല്ലെ? ഇങ്ങനെയാണ് ആൽഫ ഹെലിക്സ് പോണത് എന്ന് വിചാരിക്കാം. ഈ ഒരു ടേണിൽ എന്തുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു? CO ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടേണിൽ ആരുണ്ടെന്ന് വിചാരിക്കുക? NH ഉണ്ടെന്ന് വിചാരിക്കുക. ഈ COയും NHും തമ്മിൽ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ ബോണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സ്റ്റേബിൾ ആക്കി നിർത്തുന്നത്. സോ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ആൽബുമിൻ ഈസ് എ ടൈപ്പ് ഓഫ്. അപ്പൊ ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് പ്രോട്ടീൻ ആണ് ചോദിക്കുന്നത്? ഫൈബ്രസ്, ഗ്ലോബുലാർ, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്. ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലോബുലാർ പ്രോട്ടീനിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഗ്ലോബുലാർ പ്രോട്ടീനിന് എക്സാമ്പിൾ ആണ് ഇത് ആൽബുമിൻ. അതുപോലെ ഗ്ലോബുലിൻ ഒക്കെ എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീനിന് എക്സാമ്പിൾ ആണ്. ഗ്ലോബ്യൂള് പോലെ ഇരിക്കുന്ന പ്രോട്ടീൻ എന്താണ്? എക്സാമ്പിൾ ആണ്. എന്നാൽ ഫൈബ്രസ് പോലെ ഇരിക്കുന്ന പ്രോട്ടീനിന് എക്സാമ്പിൾ ആണ് കെരാറ്റിൻ, മയോസിൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകൾ. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് റിക്കറ്റ്.
റിക്കറ്റ് കോസ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? അത് ഏതാണ്? വിറ്റമിൻ ഡി ആണ്. ഓക്കെ, വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്, ബോൺ റിലേറ്റഡ് ഡിസീസ് ആണ് ഉണ്ടാകുക വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം. ഒസ്റ്റിയോമലാസിയ, ജോയിന്റ് പെയിൻ. റിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഡിഫോർമാറ്റീസ് ഇൻ ചിൽഡ്രൻ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. നിങ്ങൾ ആ ടേബിളിൽ വിറ്റമിനും വിറ്റമിൻ ഡെഫിഷ്യൻസിയും ഒക്കെ കൃത്യമായിട്ട് നോക്കണം, കാരണം അത് സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ഭാഗമാണ്. അടുത്ത ചോദ്യം, കൊബാൾട്ട് ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ? കൊബാൾട്ട് ഇതിൽ ഏത് വൈറ്റമിനിലാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊബാൾട്ട് പ്രസന്റ് ആയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഫാക്ട് ആണ്, ദാറ്റ് ഈസ് വിറ്റമിൻ B12 ആണ്. ഓക്കെ, വൈറ്റമിൻ B12 എന്തുള്ളത്? കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളത്. വിച്ച് ഈസ് നോട്ട് ആൻ അമിനോ ആസിഡ്, ഇതിൽ ഏതാണ് അമിനോ ആസിഡ് അല്ലാത്തത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം, ഗ്ലൈസിൻ അമിനോ ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അമിനോ ആസിഡിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒരു വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. ഗ്ലൈസിൻ അമിനോ ആസിഡ് ആണ്, അലാനിൻ അമിനോ ആസിഡ് ആണ്, ഹിസ്റ്റിഡിൻ അമിനോ ആസിഡ് ആണ്, ബെൻസിഡിൻ ഒരു അമിനോ ആസിഡ് അല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്തത്, സൈക്ലിക് സ്ട്രക്ചർ ഓഫ് മോണോസാക്കറൈഡ് ആർ ഗിവൺ ബിലോ. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. മോണോസാക്കറൈഡിന്റെ സൈക്ലിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ആർ ആനോമേഴ്സ്? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആനോമേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആനോമേഴ്സ് ആണെങ്കിൽ അവർ എന്ത് തന്നെയാണ്? ഐസോമറുകൾ തന്നെയാണ്. പക്ഷെ അവരിൽ ആകെ അനോമറിക് കാർബണിലുള്ള OHന്റെ അറേഞ്ച്മെന്റിലാണ് അല്ലെങ്കിൽ കോൺഫിഗറേഷനിലാണ് എന്ത് വന്നിട്ടുള്ളത്? വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ 1 നോക്കുമ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട് എന്ന് ആദ്യം എണ്ണി നോക്കാം. 1 2 3 4 5 6. ഓക്കെ, 6 കാർബൺ ആണുള്ളത്. ഇതൊന്നും കാർബൺ അല്ല കേട്ടോ, ഈ കോർണർ ഒന്നും കാർബൺ അല്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാർബണിലെ OHലേക്ക് അഞ്ചാമത്തെ കാർബണിലെ ആര് വരുന്നു? ഇവിടുത്തെ ഒന്നാമത്തെ കാർബണിലെ ആൽഡിഹൈഡിലേക്ക് അഞ്ചാമത്തെ കാർബണിൽ എന്ത് വരുന്നു? OH വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഹെമിയസെറ്റാൽ ഉണ്ടാവുന്ന ആ ഒരു ഫോർമേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 1 2 3 4 5 5 എന്താ ഉള്ളത്? കാർബൺ ആണ് ഉള്ളത്. ശരി, അവിടെ നിൽക്കട്ടെ. ആൻഡ് ഇവിടെ അനോമറിക് കാർബൺ ഏതാന്ന് ഞാനിവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്യാൻ. ഇതാണ് അനോമറിക് കാർബൺ വരുന്നത്. അവിടുത്തെ OH എവിടെയാണ് വന്നത്? റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇനി 2 നോക്കുക. ഇവിടെ 1 2 3 4 5 6 കാർബൺ. ഇവിടെയോ 1 2 3 4 5 6 കാർബൺ. അപ്പൊ ഇവിടെയൊക്കെ കാർബണിന്റെ എണ്ണം സെയിം ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടുത്തെ അനോമറിക് കാർബൺ ഏതാ വരിക? ഇത് തന്നെയാണ് അനോമറിക് കാർബൺ വരിക. അവിടുത്തെ OH എവിടെയാ വരിക? ലെഫ്റ്റിലാണ് വന്നത്. ഇവിടുത്തെ OH റൈറ്റിലാണ് വന്നത്. ബാക്കിയൊക്കെ സെയിം ആണോ എന്നും കൂടി നോക്കുക. ബാക്കിയുള്ള OH റൈറ്റിൽ ഇവിടെ, H ലെഫ്റ്റിൽ ഇവിടെ. കറക്റ്റ്. H റൈറ്റ് OH ലെഫ്റ്റ്. ശരി. OH റൈറ്റ് H ലെഫ്റ്റ്. കറക്റ്റ്. CH2OH താഴെ H ലെഫ്റ്റ്. കറക്റ്റ്. ബാക്കിയൊക്കെ സെയിം ആണ്. അവരിൽ ആകെ വ്യത്യാസമുള്ളത് എന്തിൽ മാത്രമാണ്? അനോമറിക് കാർബണിലുള്ള OHന്റെ കോൺഫിഗറേഷനിൽ മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്? വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ 1 2 എന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാം? അനോമർ ആണെന്ന് ഉറപ്പിക്കാം. ഇനി 3ലേക്ക് വരുമ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7. അപ്പൊ അവിടെ 7 കാർബൺ ഉണ്ട്. അത് ഉറപ്പായിട്ടും ഇവരുടെ ഐസോമർ അല്ല. അപ്പൊ പിന്നെ അവരെ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? അനോമർ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദം ആർ ആനോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? 1 and 2 ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാർക്ക് ചെയ്യാൻ പറ്റുക. മനസ്സിലാവുന്നില്ലേ? മറ്റൊരു ചോദ്യം, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് സം കോമ്പൗണ്ട് എലോങ് വിത്ത് ദെയർ സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് ഓഫ് ദം ഹാവ് ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ? അപ്പോൾ ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ ഇതിൽ ആർക്കൊക്കെയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ കോൺഫിഗറേഷൻ നമ്മൾ മനസ്സിലാക്കുക? സ്മോൾ ഡി അല്ലേ? ഡെക്സ്ട്രോ ലീവോന്റെ കാര്യമല്ല പറയുന്നത്, ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ എല്ലിന്റെ കാര്യമാണ് പറയുന്നത്. സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ആൽഡോസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഇങ്ങനെ 4 കാർബൺ ആണുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ എൽ നിർണ്ണയിക്കുന്നത് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും എവേ ആയിട്ടുള്ള അസിമെട്രിക് കാർബണിലെ OH റൈറ്റിലെങ്കിൽ അത് ക്യാപിറ്റൽ ഡി, ലെഫ്റ്റിലെങ്കിൽ ക്യാപിറ്റൽ എൽ. അപ്പൊ ഞാൻ പറയുന്നു ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ എന്തായാലും അസിമെട്രിക് കാർബൺ അല്ല. ഒന്നാമത്തെ കാർബൺ അതെന്താണ്? അത് sp2 കാർബൺ ആണ്.
ഈ കാർബൺ അസിമെട്രിക് കാർബൺ ആണ്, കാരണം ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇത് അസിമെട്രിക് അല്ല, ഇതിന് അസിമെട്രിക് ആക്കാം നമുക്ക്. യെസ്, ഇപ്പോൾ അസിമെട്രിക് ആയി. ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. സോ ദിസ് ഈസ് അസിമെട്രിക് കാർബൺ. ഇനി ഇതും ഇപ്പോൾ അസിമെട്രിക് ആയിട്ടുണ്ട്, ഇത് അസിമെട്രിക് അല്ല. അപ്പോൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള അസിമെട്രിക് കാർബൺ അതേതാ? ആകെ 2 അസിമെട്രിക് കാർബണേ ഇതിലുള്ളൂ. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം ദൂരെയുള്ള, ഇവിടെ നിന്ന് ഏറ്റവും ദൂരെയുള്ള അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ ഹൈലൈറ്റ് ചെയ്ത കാർബൺ അല്ലേ? ഈ കാർബണിലെ OH വലതുവശത്തെങ്കിൽ അത് എന്ത് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും? ക്യാപിറ്റൽ ഡി. ഇത് ഇടതുവശത്തായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എന്ന് വിളിക്കാൻ പറ്റും? ക്യാപിറ്റൽ എൽ എന്ന് വിളിക്കാൻ പറ്റും. നിങ്ങൾ പറയാ ഇത് ക്യാപിറ്റൽ ഡി ആണോ ക്യാപിറ്റൽ എൽ ആണോ? ഇതാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ നിന്ന് ഏറ്റവും ദൂരെയും അടുത്തുമായിട്ടുള്ള ഒരേ ഒരു എന്തേ ഉള്ളൂ, അസിമെട്രിക് കാർബൺ മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ OH ലെഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനെ എന്ത് എന്ന് വിളിക്കാൻ പറ്റും? ക്യാപിറ്റൽ എൽ എന്ന് വിളിക്കാൻ പറ്റും. ഒന്നുകിൽ ഈ രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ CH2OH തൊട്ട് മേലെയുള്ള കാർബണിലെ OH റൈറ്റ് സൈഡിലെങ്കിൽ ക്യാപിറ്റൽ ഡി, ലെഫ്റ്റിലെങ്കിൽ ക്യാപിറ്റൽ എൽ. ഇങ്ങനെ ഏറ്റവും താഴത്തെ CH2OH തൊട്ട് മേലെയുള്ള ഈ കാർബൺ, അതിലെ OH റൈറ്റിലെങ്കിൽ ക്യാപിറ്റൽ ഡി, അതിലെ OH ലെഫ്റ്റിലെങ്കിൽ ക്യാപിറ്റൽ എൽ. അങ്ങനെയും ചിന്തിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് സം കോമ്പൗണ്ട് along with their structure are given below. Which of them have capital D configuration? അപ്പോൾ നോക്കാം, ഇത് CHO, ഇത് CH2OH. ഇവിടെ ആകെ ഒരേ ഒരു അസിമെട്രിക് കാർബണേ ഉള്ളൂ. ആ അസിമെട്രിക് കാർബണിലെ OH എവിടെയാണ് വന്നിരിക്കുന്നത്? റൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ നോക്കുക, CHOയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള അസിമെട്രിക് കാർബൺ അത് ഇതാണ്, അല്ലെങ്കിൽ CH2OHന്റെ തൊട്ട് മേലെയുള്ള കാർബൺ അത് ഇതാണ്. ഈ കാർബണിലെ OH റൈറ്റിലാണ് ഇരിക്കുന്നത്. സോ ദിസ് ഈസ് അഗെയിൻ ക്യാപിറ്റൽ ഡി. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കുന്ന അസിമെട്രിക് കാർബൺ അത് ഇതാണ് കേട്ടോ. അപ്പൊ CH2OH മാത്രം നോക്കി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. ഇങ്ങനത്തെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ CH2OH നിങ്ങൾ ഇവിടുത്തെ CH2OH നോക്കണം വിത്ത് റെസ്പെക്ട് ടു ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ദൂരെയുള്ള അസിമെട്രിക് കാർബൺ അത് ഏതാണ്? ഇതാണ്. അവിടെയുള്ള OH ഏത് വശത്താണ് നോക്കുക? റൈറ്റിലാണ്. എഗെയിൻ ദിറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. അപ്പൊ എല്ലാം എന്താണ്? ക്യാപിറ്റൽ ഡി ആണ്. വിച്ച് ഹാവ് ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ? 1, 2, 3 ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാർക്ക് ചെയ്യാൻ പറ്റുക. അടുത്ത ചോദ്യം, വെൻ എ മോണോസാക്കറൈഡ്, നിമിഷം, when a monosaccharide forms a ring by interaction of one of its hydroxyl group with its aldehyde group, bond is referred to as. അപ്പൊ നോക്കൂ, എന്താ ഈ പറയുന്നത്? ഒരു മോണോസാക്കറൈഡ് അതൊരു റിങ് ഫോം ചെയ്യാണ്. എങ്ങനെ? ബൈ ഇന്ററാക്ഷൻ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വിത്ത് എന്താ വരുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വിത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ ഉണ്ടാകുന്ന ബോണ്ടിനെ, അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എന്താണ് ഗ്ലൂക്കോസിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു മോണോസാക്കറൈഡ് ആണ്. അവിടുത്തെ 5ാമത്തെ കാർബണിലെ OH അനോമറിക് കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഹെമി അസെറ്റാൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. സോ ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ദാറ്റ് ഈസ് ഹെമി അസെറ്റാൽ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിലാണ്, ആ റിയാക്ഷൻ നടന്നതിന് ശേഷമാണ് 1ാമത്തെ കാർബണിലെ OH ചിലപ്പം വലത് വരാം. അപ്പൊ ആൽഫ ഡി ഗ്ലൂക്കോസായി. അല്ലെങ്കിൽ ആ OH എവിടെ വരാം? ലെഫ്റ്റിൽ വരാം. അപ്പൊ എന്തായി? ബീറ്റ ഡി ഗ്ലൂക്കോസായി. ഓക്കെ, അപ്പോൾ OHും ആൽഡിഹൈഡും കൂടി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഹെമി അസെറ്റാൽ കിട്ടും. ഇനി കീറ്റോണുമായിട്ടാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് എന്ന് വിളിക്കാം? ഹെമി കീറ്റാൽ എന്ന് വിളിക്കാം. റൈറ്റ്. അടുത്തത്, ഡിഫറൻസ് ബിറ്റ്വീൻ അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അപ്പൊ അമൈലോസും അമൈലോപെക്റ്റിനും എന്താണ്? സ്റ്റാർച്ചിന്റെ അല്ലെ, സ്റ്റാർച്ചിന്റെ കമ്പോണൻസ് ആണ്. അതിൽ അമൈലോസ് ലീനിയർ ആണ് എന്നും അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് ആണെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അമൈലോസിലുള്ള ഏക കണക്ഷൻ C1 C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അമൈലോപെക്റ്റിനിൽ C1 C4ന് പുറമെ ബ്രാഞ്ചിങ് ആയിട്ട് C1 C6 ലിങ്കേജ് കൂടി വരുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് NCERT-ലെ ചിത്രം ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇതാണ് അമൈലോസ്. ഇവിടെ ആകെ ഇതാണ് ഓരോ എന്താണ് ഷുഗേഴ്സ്, സിമ്പിൾ ഷുഗേഴ്സ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും കണക്ട് ചെയ്യുന്നത് C1 C4 കണക്ഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നോക്കാം, അമൈലോസിൽ C1 C4 കണക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ അമൈലോപെക്റ്റിനിൽ ലീനിയർലി പോകുന്നത് C1 C4 കണക്ഷൻ ആണെങ്കിലും ബ്രാഞ്ചിങ്ങിൽ പങ്കെടുക്കുന്ന കണക്ഷൻ C1 C4 അല്ല, പകരം എന്താ വന്നിരിക്കുന്നത്, C1 C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ആൻസർ ചെയ്തെടുക്കാം. അമൈലോപെക്റ്റിൻ ഹാവ് 1,4 ആൽഫ ലിങ്കേജ് ആൻഡ് 1,6 ആൽഫ ലിങ്കേജ്. അത് ശരിയാണല്ലോ. അമൈലോപെക്റ്റിനിൽ 1,4 ആൽഫ ലിങ്കേജ് ഉണ്ട്, 1,6 ആൽഫ ലിങ്കേജും ആണ്. അത് ശരിയാണ്. അമൈലോസ് ഹാവ് 1,4 ആൽഫ ലിങ്കേജ്, 1,6 ബീറ്റ ലിങ്കേജ്. തെറ്റ്. അമൈലോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. തെറ്റ്. അമൈലോസ് ഉണ്ടായിരിക്കുന്നത് ആരിലൂടെ മാത്രമാണ്? അവിടെ മോണോമർ സിംപ്ലി ഗ്ലൂക്കോസ് ആണ്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. അമൈലോപെക്റ്റിൻ ഹാവ് 1,4 ആൽഫ ലിങ്കേജ് ആൻഡ് 1,6 ബീറ്റ ലിങ്കേജ്. അല്ല, 1,4ഉം ആൽഫ ലിങ്കേജ് ആണ്, 1,6ഉം ആൽഫ ലിങ്കേജ് ആണ്. അവിടെ ബീറ്റ ഗ്ലൂക്കോസ് ഒന്നും വരുന്നില്ല. ബീറ്റ ഗ്ലൂക്കോസ് മോണോമർ ആയിട്ട് വരുന്ന എന്താണ് ഈ പറയുന്ന പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? സെല്ലുലോസ് ആണ്. ഓക്കെ, അതാണ് സെല്ലുലോസും ഗ്ലൂക്കോസും തമ്മിലുള്ള വൺ ഓഫ് ദ ഡിഫറൻസ്. സെല്ലുലോസും ഗ്ലൂക്കോസും അല്ല, സെല്ലുലോസും സ്റ്റാർച്ചും തമ്മിലുള്ള. സ്റ്റാർച്ചിലുള്ള മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. സെല്ലുലോസിലുള്ള മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. വ്യത്യാസം മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത ചോദ്യം. A polypeptide on complete hydrolysis give 3 amino acid. Okay, ഒരു പോളിപെപ്റ്റൈഡിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്തപ്പോൾ അവിടെ 3 അമിനോ ആസിഡ് കിട്ടി. ഹൗ മെനി സീക്വൻസസ് ആർ പോസിബിൾ ഫോർ ദാറ്റ് പോളിപെപ്റ്റൈഡ്? അപ്പൊ ഈ 3 അമിനോ ആസിഡുകൾക്ക് എത്ര സീക്വൻസുകൾ പോസിബിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ 3 അമിനോ ആസിഡുകളെ അമിനോ ആസിഡ് A, B, C എന്ന് വിളിക്കുകയാണ്. 3 അമിനോ ആസിഡ് ആയിട്ട് വിളിക്കുകയാണ്. അപ്പൊ ഇവരെ നമുക്ക് എത്ര രീതിയിൽ കോർത്തിണക്കാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഐ വിൽ സ്റ്റാർട്ട് വിത്ത് A, എന്നിട്ട് B ഇവിടെ വെക്കും, C ഇവിടെ വെക്കും. ഇനി A കഴിഞ്ഞിട്ട് എനിക്ക് C വെക്കാം, പിന്നെ ആരെ വെക്കാം? B വെക്കാം. ഇനി ഞാൻ ആദ്യം B വെക്കും, എന്നിട്ട് ഞാൻ A കൊടുക്കും, then C കൊടുക്കും. B വെച്ചിട്ട് ഞാൻ then C കൊടുക്കും, A കൊടുക്കും. ഇനി ഞാൻ ആദ്യം C വെക്കും, എന്നിട്ട് A വെക്കാം, B വെക്കാം, അല്ലെങ്കിൽ B വെക്കാം, A വെക്കാം. ഇനി ഇതിൽ പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എത്ര സീക്വൻസിൽ എനിക്ക് അമിനോ ആസിഡുകളെ അറേഞ്ച് ചെയ്യാമെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. സോ എത്ര സീക്വൻസ് വന്നു? 1, 2, 3, 4, 5, 6 സീക്വൻസ് ആണ് വന്നത്. ഓപ്ഷൻ C ആണ് നമ്മളുടെ ആൻസർ വരിക. അടുത്തത് അമിനോ ആസിഡ് NaOH CaO ഗ്യാസ് ഇവോൾവ് ആയി. ഒരു അമിനോ ആസിഡ് ഒരു മോൾ എടുത്തു, ഒരു മോൾ അമിനോ ആസിഡ് എടുത്തു, അത് NaOH CaO. ആരാണ് NaOH CaO? നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ ആണ്. സോഡ ലൈം ഡീകാർബോക്സിലേഷൻ. അങ്ങനെ ഡീകാർബോക്സിലേഷൻ വരുമ്പം റിലീസ് ആവുന്ന ഗ്യാസ് ഏതാണ്? നമുക്കറിയാം, CO2 ഗ്യാസ് ആണ്. ഈ CO2 ഗ്യാസിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ലൈം വാട്ടർ പാസ് ചെയ്തു, സോൾട്ട് കിട്ടി. അത് 0.1999 kg ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0.2 kg. അമിനോ ആസിഡ് ഹാവിങ്, ഈ അമിനോ ആസിഡിന് 2 NH2 ഉണ്ടെന്ന് പറയാം, 1 COH ആണെന്ന് പറയുന്നു, 2 COH ആണെന്ന് പറയുന്നു, 3 COH ആണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അമിനോ ആസിഡിനെ അവർ ആദ്യം NaOH CO ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവോൾവ് ആയ ഗ്യാസ് നമുക്കറിയണം CO2 ആണ്. ഡീകാർബോക്സിലേഷനിൽ റിലീസായ ഗ്യാസ് CO2. ഈ CO2നെ അവർ എന്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഈ CO2നെ അവർ എന്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ലൈം വാട്ടർ. എന്താ ലൈം വാട്ടർ? CaOH ട്വൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക CaCO3യും കിട്ടും, എന്തും കിട്ടും? വാട്ടറും കിട്ടും. നിങ്ങൾ നോക്കുക, ഇത് ബേസ് ആണ്, ഇത് ആസിഡ് ആണ്. ആസിഡ് പ്ലസ് ബേസ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ. ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു കാർബൺ, ഒരു കാർബൺ, 2 ഓക്സിജൻ പ്ലസ് 2 ഓക്സിജൻ, 4 ഓക്സിജൻ, 3 4 ഓക്സിജൻ, ഒരു കാൽഷ്യം, ഒരു കാൽഷ്യം, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. ദിസ് ഈസ് സെൽഫ് ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ CO2നെയും അതുപോലെ CaCO3നെയാണ് കണക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ പറയുക, ഇതാണ് CaCO3, ഇതാണ് എന്ത് ഇവിടെ വരുന്നത്? സോൾട്ട് വരുന്നത്. സോ ദിസ് ഈസ് നോൺ മെറ്റാലിക് ഓക്സൈഡ് ആസിഡ്, ദിസ് ഈസ് ബേസ്, ആൻഡ് ദിസ് ഈസ് സോൾട്ട്, ആൻഡ് ദിസ് ഈസ് വാട്ടർ. അപ്പൊ സോൾട്ട് എത്ര കിട്ടി എന്നാ പറയുന്നത്? 0.1999 kg കിട്ടി എന്നാ പറയുന്നത്. ഈ 0.199 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ?
199.9 ഗ്രാം അല്ലേ? അതായത് അപ്രോക്സിമേറ്റ്ലി എന്ത് എന്ന് പറയാൻ പറ്റും? 200 ഗ്രാം എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ 200 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്പർ ഓഫ് മോൾ എത്രയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എത്ര ഗിവൺ മാസ്? 200. കാൽഷ്യം കാർബണേറ്റ് മോളാർ മാസ് 100. അപ്പൊ നമ്പർ ഓഫ് മോൾ എത്ര വന്നു? 2 വന്നു എന്നർത്ഥം. അപ്പൊ നോക്കൂ, എനിക്ക് ഇവിടെ നിന്ന് 2 മോൾ സോൾട്ട് ആണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് 2 മോൾ സോൾട്ട് കിട്ടണമെങ്കിൽ ഇവിടെ എത്ര മോൾ CO2 ഉണ്ടായിട്ടുണ്ടാവണം? എനിക്കറിയാം, ഒരു കാൽഷ്യം കാർബണേറ്റ്, 1 മോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുന്നത് 1 മോൾ CO2 നിന്നാണ്. അപ്പൊ 2 മോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര മോൾ CO2 റിലീസ് ആയിട്ടുണ്ട്? 2 മോൾ CO2 റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 മോൾ CO2 റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഈ അമിനോ ആസിഡിൽ 2 COH ഉണ്ടാവണം, അല്ലെങ്കിൽ 2 മോൾ COH ഉണ്ടാവണം എന്നർത്ഥം അല്ലെ? അപ്പൊ 2 മോൾ CO2 അവിടെ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അമിനോ ആസിഡിൽ 2 മോൾ CO2 ഉണ്ടാവണം എന്നർത്ഥം, അല്ലെങ്കിൽ 2 COH ഗ്രൂപ്പ് ഉണ്ടാവണം എന്നർത്ഥം. സോ നമ്മളുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, 2 COOH ഗ്രൂപ്പ് എന്ന് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് അത് കണക്ട് ചെയ്തത്? മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിൽ എന്തൊക്കെ വന്നു? ബയോമോളിക്യൂൾ വന്നു. ഈ ചോദ്യത്തിൽ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ വന്നു. ഈ ചോദ്യത്തിൽ മോൾ കോൺസെപ്റ്റും വന്നു. 3 ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഞാനത് എന്താണ്, ഈ റിലേഷൻ, ഈ ഇക്വേഷൻ ഞാൻ എഴുതി. ഇതെനിക്കറിയണം, ഇത് എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളതിൽ നിന്ന് എത്ര മോൾ ഉണ്ട് എന്ന് കണ്ടെത്തി. ഇവൻ എത്ര മോൾ? 2 മോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ 2 മോൾ വേണം. ഇവൻ 2 മോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആസിഡിൽ 2 COH ഉണ്ടായിരിക്കണം. സോ ഇറ്റ് കണ്ടെയ്ൻ 2 COH ഗ്രൂപ്പ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. വിച്ച് കോമ്പൗണ്ട് ക്യാൻ ഫോം സ്വിട്രയോൺ? സ്വിട്രയോൺ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ടാവണം, ഒരു ബേസിക് ഗ്രൂപ്പ് ഉണ്ടാവണം. ശരിയല്ലേ? സോ നിങ്ങൾ നോക്കുക, അനിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസിഡിക് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ ഒരു ബേസിക് ഗ്രൂപ്പ് മാത്രമല്ലേ ഉള്ളൂ, NH2 ഗ്രൂപ്പ്. അയാൾക്ക് സ്വിട്രയോൺ ഉണ്ടാക്കാൻ പറ്റില്ല. അസെറ്റനിലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHCOCH3 ആണ് അസെറ്റാനിലൈഡ്. ഇവിടെയും നമുക്കൊരു ബേസിക് ഗ്രൂപ്പേ കാണാനുള്ളൂ, അസിഡിക് ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ഇയാൾക്കും സിട്രയോൺ ഉണ്ടാക്കാൻ പറ്റില്ല. ഗ്ലൈസിൻ നമുക്കറിയാം അല്ലേ? ഗ്ലൈസിൻ എങ്ങനെയാ വരിക? യെസ്, CH2 then NH2 COOH. ഇതല്ലേ എന്ത് വരുന്നത്? ഗ്ലൈസിൻ വരുന്നത്. ഇവിടെ ആസിഡിക് ഗ്രൂപ്പ് ഉണ്ട്, ബേസിക് ഗ്രൂപ്പ് ഉണ്ട്. ഇതൊരു അമിനോ ആസിഡ് ആണ്, അവർക്ക് സ്വിട്രയോൺ ഉണ്ടാക്കാൻ പറ്റും. ബെൻസോയിക് ആസിഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? അസിഡിക് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല? ബേസിക് ഗ്രൂപ്പില്ല, അവർക്ക് സ്വിട്രയോൺ ഉണ്ടാക്കാൻ പറ്റും. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അമിനോ ആസിഡുകളാണ് സ്വിട്രയോൺ ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും പോവാതെ തന്നെ ഗ്ലൈസിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? എത്താം. യെസ്, അടുത്ത ചോദ്യം. ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ വേരിയസ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗെദർ ബൈ. നമ്മൾ കണ്ടു, കാർബോഹൈഡ്രേറ്റിൽ ഈ പറയുന്ന ഷുഗറുകൾ ലിങ്ക് ചെയ്യുന്ന ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, പ്രോട്ടീൻ മോളിക്യൂളിൽ അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്യുന്നത് എന്ത് ലിങ്കേജ് വെച്ചിട്ടാണ്? ഡേറ്റീവ് ബോണ്ട് ആണോ? ഡേറ്റീവ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് കോർഡിനേറ്റ് ബോണ്ട് ആണോ? അതാണോ? അല്ല. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണോ? അല്ല. ഉറപ്പായിട്ടും ആൻസർ എന്താ വരിക? പെപ്റ്റൈഡ് ബോണ്ട് ആണ് നമ്മളുടെ ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് വരിക. വിച്ച് ഓഫ് ദ ഗിവൺ ബിലോ ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? ഒരേ ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറെ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. നീറ്റ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് കേട്ടാൽ അപ്പൊ തന്നെ മാർക്ക് ചെയ്യാം ഏത്? സൂക്രോസ്. ഓക്കെ, സൂക്രോസ്. ബാക്കിയെല്ലാം എല്ലാ ഈ മോണോസാക്കറൈഡും റെഡ്യൂസിങ് ഷുഗർ ആണ്. ഈ പറയുന്ന ഡൈസാക്കറൈഡിൽ നമുക്ക് എന്താ വരുന്നത്? മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്. അതിൽ സുക്രോസ് മാത്രമാണ് എന്ത് വരുന്നത്? നോൺ റെഡ്യൂസിങ് ഷുഗർ വരുന്നത്. ബാക്കി രണ്ടാളും എന്താണ്? റെഡ്യൂസിങ് ഷുഗർ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് DNA ആൻഡ് RNA റെസ്പെക്റ്റീവ്ലി RNA ആൻഡ് DNA റെസ്പെക്റ്റീവ്ലി ഈസ്. ഓക്കെ, അപ്പൊ നോക്കാം. ഷുഗർ കോമ്പോണന്റ് ഇൻ RNA ഈസ്. RNAയിലെ ഷുഗർ കോമ്പോണന്റ് സത്യത്തിൽ റൈബോസും DNAയിലേത് എന്തുവാണ്? ഡിയോക്സി റൈബോസും ആണ്. ഷുഗർ കോമ്പോണന്റ് ഇൻ RNA ഈസ് 2' ഡിയോക്സി റൈബോസ്. തെറ്റ്. ഷുഗർ കോമ്പോണന്റ് ഇൻ RNA ഈസ് അരാബിനോസ് അല്ല. തെറ്റ്. ഷുഗർ കോമ്പോണന്റ് ഇൻ RNA ഈസ് റൈബോസ്. ശരി. ഷുഗർ കോമ്പോണന്റ് ഇൻ DNA ഈസ് 2' ഡിയോക്സി റൈബോസ്. ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്തത്, D+ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ ആൻഡ് yield an oxime. സ്ട്രക്ചർ ഓഫ് ഓക്സൈൻ വുഡ് ബി. അപ്പൊ നിങ്ങൾ നോക്കുക, D+ ഗ്ലൂക്കോസ് നമ്മൾ വരച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ നമ്മൾ എഴുതി പഠിച്ച സ്ട്രക്ചർ തന്നെയാണ് D+ ഗ്ലൂക്കോസ്. 1 2 3 4 5 6. ഇവിടെ CH2OH, OH, OH, OH,
OH. ബാക്കി സ്ഥലത്തിൽ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ H കൊടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഡി ആണോ, ക്യാപിറ്റൽ ഡി ആണോ നോക്കൂ. CH2OH താഴെയുള്ള അതിൻ്റെ മേലത്തെ കാർബണിലെ OH വലതുവശത്ത്. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ഡി. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് ഗ്ലൂക്കോസ്, അതുകൊണ്ട് പ്ലസ് ക്യാപിറ്റൽ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് ഞാൻ എഴുതി. റെഡി. അടുത്തത്, ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രോക്സിലമൈൻ. ഹൈഡ്രോക്സിലമൈൻ ആരാണത്? NH2OH അല്ലേ? NH2OH അല്ലേ? യെസ്. സോ ദിസ് ഈസ് NH2OH എന്ത് ചെയ്യാണ്? ട്രീറ്റ് ചെയ്യാണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ആണ്. നിങ്ങൾക്ക് ഹൈഡ്രോക്സിലമൈനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ഓക്സൈം. ശരിയല്ലേ? ഓക്സൈം ആണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ ഈ CHOനെ ഈ വിധത്തിൽ എഴുതാണ്, C∩OH. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓയും ഇവിടെയുള്ള ഈ H2ഉം അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം? ഇറേസ് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ എഴുതാം. അപ്പൊ ഇവിടെ CH വരും, ഡബിൾ ബോണ്ട് NOH വരും. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കേട്ടോ. ബാക്കിയൊന്നും വ്യത്യാസമുള്ള, ആകെ റിയാക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോമറിക് കാർബൺ ആണ്, ഫസ്റ്റ് കാർബൺ. ഓക്കെ, ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതാണ് ഓപ്ഷൻ വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ CH ഡബിൾ ബോണ്ട് NOH എല്ലാത്തിലും ഉണ്ട് അല്ലേ? CH2OH, OH. ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് നമ്മളുടെ എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്തത്, ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ B1 കോസ് ദ ഡിസീസ്. അഗെയിൻ ഡിസീസ്, ഡെഫിഷ്യൻസി ഡിസീസിൽ നിന്നാണ് ചോദ്യം. B1 വിറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്, അതിൽ തന്നെ ഉണ്ട് ആൻസർ. B1-ൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്താണ്? ബെറി അല്ലെ? ബെറി ആണ് ആൻസർ എന്ന് നമുക്ക് അറിയാം. റൈറ്റ്. വിച്ച് സെറ്റ് ഓഫ് മോണോസാക്കറൈഡ് ഫോംസ് സുക്രോസ്? സുക്രോസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ആൽഫ ബീറ്റ അല്ലെങ്കിൽ C1 C2 ആൽഫ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും C2 ഓഫ് ബീറ്റ ഡി ഫ്രക്ടോസും തമ്മിലാണ് കണക്ഷൻ വരുന്നത് സുക്രോസിൽ. അപ്പോൾ വിച്ച് സെറ്റ് ഓഫ് മോണോസാക്കറൈഡ് ഫോം സുക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ ഡി ഓഫ് ഗ്ലൂക്കോപൈറാനോസ് ആണോ? അല്ല, തെറ്റ്. ഓക്കെ, അവരെ റിങ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൽഫ ഗ്ലൂക്കോസിന് വരുന്നത് എന്താണ്? പൈറാനോ സ്ട്രക്ചറും ഫ്രക്ടോസിന് വരുന്നത് ഫ്യൂറാനോസ് സ്ട്രക്ചറും ആണ്. അപ്പൊ ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസും ബീറ്റ ഡി എന്താണ് വരുന്നത്? ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസും ആണ് വരുന്നത്. ഓക്കെ, സോ ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസും ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസും വരുന്ന ആൻസർ ഏതാ വരുന്നത്? ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ്, ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാർക്ക് ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. വിച്ച് ഈസ് നോട്ട് എ ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ അല്ലെ? ഏതാണ് ഇതിൽ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ? അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിനും ഉണ്ട്, വാട്ടർ സോല്യൂബിൾ വൈറ്റമിനും എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഫാറ്റും വാട്ടറും. ഫാറ്റ് പൊതുവെ നമ്മൾ കേടാണ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാം KEDA, കേട. വിറ്റമിൻ KEDA ഒക്കെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. വാട്ടർ സോല്യൂബിൾ WBC എന്ന് ഓർത്ത് വെച്ചാൽ മതി. വിറ്റമിൻ ബിയും വിറ്റമിൻ സിയും. വിച്ച് ഈസ് നോട്ട് എ ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ. അപ്പൊ നോക്കൂ, KEDA എന്താണ്? ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണ്. E ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണ്. B ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണോ? അല്ല, അത് വാട്ടർ സോല്യൂബിൾ വിറ്റമിൻ ആണ്. A ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണ്. ഡിയും ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണ്. അപ്പം EAD ഇതൊക്കെ എന്താണ്? ഫാറ്റ് സോല്യൂബിൾ ആണ്. അപ്പൊ B കോംപ്ലക്സ് ആണ് വരിക. ഇതാണ് വാട്ടർ സോല്യൂബിൾ വിറ്റമിൻ ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് സോല്യൂബിൾ അല്ലാത്ത ഓപ്ഷൻ, ഓപ്ഷൻ സി. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. നമ്മൾ ബയോമോളിക്യൂളിലെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങളും ഇനി എന്ത് ചെയ്യുക? ഈ ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. സംശയമുള്ള ക്വസ്റ്റ്യൻസ്, എന്താണ് സംശയം എന്നൊന്ന് അടിയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗംഭീരമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനം നിങ്ങൾ തുടരട്ടെ. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു ദിവസം ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.